നമ്മളിങ്ങനെയാണ് നടാറ്. ബാക്കിയുള്ളവര് എല്ലാം താഴോട്ട് വളരുമ്പോ അപ്പൊ ചീനി മുകളിൽ വരും. എന്താ പരിപാടി? അപ്പൊ നമ്മള് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മള് ചീനിയെല്ലാം പറിച്ചല്ലോ. അപ്പോൾ ചീനി ഇനി അടുത്ത ഇതിനുള്ളത് നടണം നമുക്ക് ചീനി. നമ്മുടെ വളപ്പിലുണ്ടായിരുന്ന ഒരുവിധം ചീനിയെല്ലാം നമ്മൾ പറിച്ചു. നമുക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഘട്ടത്തിലേക്കാണ്. ഇപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് ഇപ്പൊ 3-ാമത്തെ തവണയാണ് വെക്കാൻ പോണത്. ആദ്യത്തെ 2 തവണ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ചീനി കിട്ടി. ഇനിയിപ്പോൾ ഇതിപ്പോൾ 3-ാമത്തെ തവണയാണ്. അപ്പം അതിൻ്റെ പ്രോസസ്സിങ് അറിയാത്തവർ കാണാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോ. നമ്മൾ ഇതിങ്ങനെ നടുമ്പോൾ ചീനി ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ സംശയം പലർക്കും ഉണ്ടാവും. കാരണം പലരും മുമ്പും നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ ചീനി നടുന്നത് എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ പലയിടത്തും പല രീതിയിലായിരിക്കും. നമ്മുടെ വീട്ടിലെ വളപ്പിൽ നമ്മളിങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണമുള്ള വിളവും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോസും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ, ഞങ്ങൾക്ക് കിട്ടിയ വിളവിൻ്റെ ഒക്കെ. പിന്നെ ഈ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ അധികം നമ്മളിതിന് പിന്നെ അധികം വളവും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. സാധാരണ വെള്ളം മാത്രം തന്നെയാണ്. പിന്നെ വല്ലപ്പോഴും ചാണകപ്പൊടി കൊടുക്കാറുണ്ട് കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിനായിട്ട് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറുമില്ല. അപ്പോൾ നമ്മൾ വിളവെടുത്ത ചീനിയുടെ കമ്പുകൾ തന്നെയാണ് നമ്മൾ വീണ്ടും 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും നടാൻ പോകണത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നട്ട ചീനിയിൽ തന്നെയാണ് പിന്നെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കണത്. ഉണ്ണിപ്പെണ്ണുണ്ട് കേട്ടാ. അപ്പോൾ ഇത് നമ്മൾ നിർന്നത് ചിലപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടാവും. അപ്പോൾ നടണത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ ചീനി ഇഷ്ടം മൊത്തത്തിൽ നല്ലോണം കൃഷിക്കാരും റോള് അതിൻ്റെ ഉദ്ദേശം കൂടി പറയൂ. അതിൻ്റെ ഉദ്ദേശം ഒന്നും പറയണ്ട, നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. നമ്മളിങ്ങനെയാണ് നടാറ്. ബാക്കിയുള്ളവർ എല്ലാം താഴോട്ട് വളരുമ്പോൾ അപ്പോ ചീനി മുകളിൽ വരും. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ചീനിക്കമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് അപ്പുറത്തും കൂടി നടാണ്. ഇനി നമുക്ക് ഒരു 6-7 മാസം കഴിയുമ്പോൾ പറക്കാനുള്ള ലെവലിലേക്ക് ഔട്ടാം. ഇനിയും പറയാം, പലരും ഇനി കമൻറ്റ് ബോക്സിൽ വന്ന് പറയും ഇതിങ്ങനെയാണ് നടാന്നൊക്കെ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് നടാറ്. നമുക്ക് അത്യാവശ്യം നല്ല വിളവും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.